സമൂഹത്തിൽ എന്തെങ്കിലും നന്മ പ്രവർത്തി ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പല ആൾക്കാരും. പക്ഷേ അതിനുവേണ്ടി ചാരിറ്റി പ്രവർത്തനം തന്നെ വേണമെന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ നമ്മളുടെ വാഹനം, അത് കാറായിക്കോട്ടെ, സ്കൂട്ടർ ആയിക്കോട്ടെ, ബൈക്കായിക്കോട്ടെ, എന്ത് വാഹനം തന്നെ ആയിക്കോട്ടെ, ബസ്സായിക്കോട്ടെ, നമ്മൾ എതിർദിശയിൽ വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ രാത്രികാലങ്ങളിൽ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് എതിർദിശയിൽ വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ആ ഹെഡ് ലാമ്പിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ചാൽ തന്നെ, ഒന്ന് ഡിം ലൈറ്റ് ആക്കിയാൽ തന്നെ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ പാസ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എതിർദിശയിൽ വരുന്ന ആൾക്കാർ നമ്മളുടെ അച്ഛനോ അതോ നമ്മളുടെ ബന്ധുക്കളിലുള്ള പ്രായമായ ആരെങ്കിലും ആയിരിക്കും. അവർക്ക് കാഴ്ചക്കുറവുള്ള ആൾക്കാരായിരിക്കും പലരും. ഈ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ അവർ റോഡിലേക്ക്, അവർക്ക് രാത്രി കാലങ്ങളിലോ സന്ധ്യ കഴിഞ്ഞ് സഞ്ചരിക്കണ്ടേ, ഈ റോഡിൽ കൂടെ അവർക്ക് പോകണ്ടേ. അപ്പം അവർ ഈ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇത്തരം വണ്ടികളുടെ ഹെഡ് ലാമ്പിൻ്റെ ലൈറ്റ് കാരണം അവർക്ക് പാസ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. അവർ പലപ്പോഴും, എൻ്റെ യാത്രയിൽ ഞാൻ പലപ്പോഴും കാണാറുണ്ട്, അവർ പാതി വഴിക്ക് സ്ലോ ഡൗൺ ചെയ്ത് സൈഡിൽ ഒതുക്കി നിർത്താനോ അല്ലെങ്കിൽ തെന്നി മാറാനോ ഒക്കെ ശ്രമിക്കുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷെ അത് വളരെ ദ്രോഹമാണ്. അവരോട് അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ആരും തന്നെ. അതൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികളും സത്പ്രവൃത്തികൾ തന്നെയാണ് നിങ്ങളുടെ സഹജീവികളോട് കാണിക്കുന്ന ഒരു കരുണ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. രാത്രികാലങ്ങളിൽ നിങ്ങളും വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഉൾപ്പെടെ നിങ്ങളും വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ, കാറായാലും എന്ത് വാഹനം തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എതിർദിശയിൽ വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഹെഡ് ലാമ്പിൻ്റെ ലൈറ്റ് ഒന്ന് ഡിമ്മാക്കി കൊടുക്കുക. അവരും പാസ് ചെയ്ത് പോട്ടെ. അവരും സുരക്ഷിതമായിട്ട് വീടുകളിൽ ചെന്നിട്ട് അവരെയും കാത്തിരിക്കുന്ന ഒരു കുടുംബം വീട്ടിലുണ്ട്, നമ്മളെപ്പോലെ തന്നെ. ശുഭരാത്രി, ശുഭനിദ്ര. എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ.